ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലക്സസ് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അതായത് ഫില്ലർ റോഡ്സ്, ഫ്ലക്സസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അതായത് 3.10 എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ ഇൻ ഗ്യാസ് വെൽഡിങ്. നമ്മൾ ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സേഫ്റ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഓക്കെ, ഈ ബാക്ക് ഫയർ, ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുകൾ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അവ നമുക്ക് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സേഫ്റ്റിക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. 3.10 ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ ഇൻ ഗ്യാസ് വെൽഡിങ്. ഓക്കെ, അതിൽ ആദ്യത്തെ ബാക്ക് ഫയർ ആണ് നമ്മൾ പഠിക്കുന്നത്. At certain times during flame lighting of gas welding, a small explosion of the flame occurs at the tip of the torch. Okay, നമ്മൾ ഗ്യാസ് വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോ പൈപ്പ്, അതായത് നമ്മുടെ ഗ്യാസ് വെൽഡിങ് ചെയ്യുന്ന വെൽഡിങ് ടോർച്ച് ഉണ്ടല്ലോ, ആ വെൽഡിങ് ടോർച്ച് എടുത്തിട്ട് നമ്മളതിൽ ലൈറ്റിങ് കൊടുക്കുക. അതായത് നമ്മളതിൽ സ്പാർക്ക് കൊടുത്ത് നമ്മളത് കത്തിക്കണമല്ലോ, ആ ലൈറ്റിങ് കത്തണം, എന്നാലേ നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ലൈറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് എ സ്മോൾ എക്സ്പ്ലോഷൻ ഓഫ് ദ ഫ്ലെയിം ഒക്യൂസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ടോർച്ച്. ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ, ഓക്കെ, ചെറിയൊരു എക്സ്പ്ലോഷൻ ഈ ടിപ്പ് ഓഫ് ദ ടോർച്ച്, അതായത് ടോർച്ചിൻ്റെ, ഈ വെൽഡിംഗ് ടോർച്ചിൻ്റെ ടിപ്പിൽ ഒരു ചെറിയ എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ആവും. ഓക്കെ, ദ ഫ്ലെയിം മേ ഗോ ഓഫ്. നമ്മൾ ആ ഫ്ലെയിം നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഫ്ലെയിം ഓഫ് ആവും. ഓക്കെ, ഈ ചെറിയ എക്സ്പ്ലോഷനെയാണ് ബാക്ക് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വെൽഡിംഗ് ടോർച്ച്, ഇപ്പോൾ നമ്മൾ ബ്ലോ പൈപ്പ് വെൽഡിംഗ് ടോർച്ച് ഇത് ഉപയോഗിച്ച ഗ്യാസ് വെൽഡിങ് നിങ്ങൾ മോസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഗ്യാസ് വെൽഡിങ് എങ്ങനെ ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഗ്യാസ് വെൽഡിങ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. ഒരു സാധാരണ എല്ലാവരും സ്പാർക്ക് ലൈറ്റർ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഇത് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ നമ്മുടെ നോർമലായിട്ട് എല്ലാവരും നമ്മുടെ എന്താ പറയുക, ഒന്നെങ്കിൽ തീപ്പെട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സിഗരറ്റ് ലാമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഒരു ഇതിൻ്റെ ടിപ്പിൽ ചെറിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഓക്കെ, ആ എക്സ്പ്ലോഷനാണ് ബാക്ക് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ കോസസ് ഓഫ് ബാക്ക് ഫയേഴ്സ് ആർ, എന്ത് മൂലമാണ്, എന്ത് വഴിയാണ് ഈ ബാക്ക് ഫയർ ഉണ്ടാവുന്നത് എന്നാണ്. ഓക്കെ, ദ പ്രഷർ സെറ്റിംഗ് ഈസ് ലോ. പ്രഷർ സെറ്റിംഗ് വളരെ കുറവാണെങ്കിൽ ഇതേപോലെ ബാക്ക് ഫയർ ഉണ്ടാവും. നോസിൽ ഈസ് ഓവർ ഹീറ്റഡ്. ഈ നോസിൽ ഓവർ ഹീറ്റഡ് ആണെങ്കിലും ഇതേപോലെ, നമ്മുടെ ഈ നോസിൽ വളരെ നന്നായിട്ട് ചൂടായിരിക്കുകയാണെങ്കിൽ ഇതേപോലെ ബാക്ക് ഫയർ ഉണ്ടാവും. ദ നോസിൽ ഒറിഫൈസ് ഹാസ് കാർബൺ ഡെപ്പോസിറ്റ്സ്. ഈ നോസിൽ ഒറിഫൈസ്, അത് നോസിലിൻ്റെ അറ്റത്ത് പറയുന്നതാണ് നോസിൽ ഒറിഫൈസ് എന്ന് പറയുന്നത്. ഈ നോസിലിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് അപ്പം മുൻപ് വെൽഡ് ചെയ്തതിൻ്റെയോ അതിൻ്റെയൊക്കെ ബാക്കി അവശിഷ്ടങ്ങളോ കാർബൺ ഡെപ്പോസിഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ബാക്ക് ഫയർ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, ദ നോസിൽ ടച്ചസ് ദ മോൾട്ടൺ പൂൾ. ഈ മോൾട്ടൺ പൂളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മോൾട്ടൺ ആയിട്ടുണ്ടാവുമല്ലോ, മോൾട്ടൺ മെറ്റൽ, ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ ബാക്ക് ഫയർ ഉണ്ടാവാൻ വഴിയുണ്ട്. ഓക്കെ, ലീക്കേജ് ഓഫ് ഗ്യാസസ് നിയർ ദ നോസിൽസ്. അതായത് നോസിലിന് അടുത്ത് എവിടെയെങ്കിലും ഈ ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ ബാക്ക് ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 3.10.2 ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സംടൈംസ് ഡ്യൂറിങ് ബാക്ക് ഫയർ ദ ഫ്ലെയിം ഗോസ് ഓഫ് ആൻഡ് ദ ബേണിംഗ് ഗ്യാസസ് travel backward in the blowpipe towards the regulator or cylinders. This is known as flashback. അപ്പോൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂറിങ് ദ ബാക്ക് ഫയർ, നമുക്ക് ഈ ബാക്ക് ഫയർ, ആദ്യം പറഞ്ഞ ബാക്ക് ഫയർ ഉണ്ടാകുന്ന സമയത്ത് ഫ്ലെയിം ഗോസ് ഓഫ്, അതായത് ഫ്ലെയിം ഓഫായി, ആൻഡ് ദ ബേണിംഗ് ഗ്യാസ് ട്രാവൽ ബാക്ക്വേർഡ് ഇൻ ദ ബ്ലോ പൈപ്പ്. ഈ ബ്ലോ പൈപ്പിനുള്ളിൽ കൂടി ഈ ബേണിംഗ് ഗ്യാസ് തിരിച്ചു വരും. ഓക്കെ, നമ്മൾ ബാക്ക് ഫയർ ഉണ്ടായി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫായി പോകുന്ന സമയത്ത് ഓൾറെഡി കത്തിപ്പിടിച്ച ആ ബേണിംഗ് ഗ്യാസ്
ഓക്കെ, ആ ബേണിംഗ് ഗ്യാസ് ട്രാവൽ ബാക്ക്, അതായത് ആ ബ്ലോ പൈപ്പിലൂടെ തിരിച്ച് സിലിണ്ടറിന്റെ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യും. ഓക്കെ, തിരിച്ചു വരും ഇൻ ദ ബ്ലോ പൈപ്സ് ടുവാർഡ്സ് ദ റെഗുലേറ്റർ ഓഫ് ദ സിലിണ്ടർ. ആ സിലിണ്ടർ റെഗുലേറ്ററിലേക്ക് ഈ ബേണിംഗ് ഗ്യാസ് റിട്ടേൺ വരും. ഇതിനെയാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് ബേണിംഗ് ഗ്യാസ് ആ ബ്ലോ പൈപ്പിനുള്ളിൽ കൂടെ ഗ്യാസ് സിലിണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, എക്സ്പ്ലോഷൻ, വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ നമുക്ക് അവിടെ സംഭവിക്കാൻ വഴിയുണ്ട്. ഓക്കെ, റെഗുലേറ്റർ കടന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതൊക്കെ ഒരു സേഫ്റ്റി മെഷേഴ്സ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻഡിക്കേഷൻസ് ഓഫ് ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ബാക്ക് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എ ഷാർപ്പ് സ്ക്വീലിംഗ് സൗണ്ട് ഇൻസൈഡ് ദ ബ്ലോ പൈപ്പ്, അതായത് ഒരു ഷാർപ്പ് സ്ക്വീലിംഗ് സൗണ്ട് ഇൻസൈഡ് ദ ബ്ലോ പൈപ്പിനുള്ളിൽ ഒരു സ്ക്വീലിംഗ് സൗണ്ട് എന്ന് പറയാം അതിന്. അതായത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്ക്വീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ ഒരു മൂളിച്ചുള്ള ശബ്ദം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് സ്ക്വീലിംഗ് എന്ന് പറയുക. സ്ക്വീലിംഗ് സൗണ്ട്, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്ക്വീലിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, ദ നെക്സ്റ്റ്, ഹെവി ബ്ലാക്ക് സ്മോക്ക് ആൻഡ് സ്പാർക്ക് മേ കം ഔട്ട് ഓഫ് ദ നോസിൽ. ഓക്കെ, ബ്ലാക്ക് സ്മോക്ക്, കറുത്ത പുകയും അതേപോലെ ഒരു സ്പാർക്കും ഈ നോസിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, അതൊക്കെയാണ് ഇതിന്റെ ഇൻഡിക്കേഷൻസ്. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. 3.10.3 പ്രീകോഷൻസ്. ഓക്കെ, ഇതിനെങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താം, പ്രീകോഷൻസ് എങ്ങനെ നമുക്ക് മുൻകരുതലുകൾ എടുക്കാം നോക്കാം. ക്ലോസ് ദ ബ്ലോ പൈപ്പ് വാൽവ്സ്, ഓക്സിജൻ ഫസ്റ്റ്. അതായത് ഇങ്ങനെ ഒരു ബാക്ക് ഫയർ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ബാക്ക് ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലോസ് ദ ബ്ലോ പൈപ്പ് വാൽവ്സ്. ബ്ലോ പൈപ്പിലുള്ള വാൽവ്സ് ഉണ്ടാവും, ഈ വാൽവ്സ് നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്യാം. ഓക്കെ, ഓക്സിജൻ ഫസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓക്സിജൻ ഫസ്റ്റ് നമ്മൾ ടേൺ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്? ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫയർ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ ഓക്സിജൻ ഏറ്റവും ആദ്യം ടേൺ ഓഫ് ചെയ്യുക. ഓക്സിജൻ ടേൺ ഓഫ് ആകുന്നതോടുകൂടി ഫയർ അപ്പം തന്നെ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇമ്മേഴ്സ് ദ ബ്ലോ പൈപ്പ് ഇൻ ദ വാട്ടർ ആൻഡ് ക്ലോസ് ദ സിലിണ്ടർ വാൾസ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോ പൈപ്പിന്റെ ടിപ്പ് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുക. അത് ഇമ്മേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഒന്ന് ജസ്റ്റ് ആയിട്ട് മുക്കുക. ഓക്കെ, ഇതുണ്ടാവുന്ന. അപ്പോൾ എന്നിട്ട് ഈ സിലിണ്ടർ വാൾസ് ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഫ്ലാഷ് ബാക്കും ബാക്ക് ഫയറും തനിയെ തന്നെ അത് ഇല്ലാതായിക്കോളും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, എന്തൊക്കെയാണ് ബാക്ക് ഫയർ എന്നുള്ളതും ഫ്ലാഷ് ബാക്ക് എന്നുള്ളതും കാര്യം മനസ്സിലായല്ലോ. ചെറിയൊരു എക്സ്പ്ലോഷൻ, ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതാണ് ബാക്ക് ഫയർ എന്ന് പറയുന്നത്. അതേപോലെ ഈ ബാക്ക് ഫയർ ഉണ്ടാകുന്ന സമയത്ത്, ബാക്ക് ഫയർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ ബേണിംഗ് ഗ്യാസ് ബ്ലോ പൈപ്പിനുള്ളിലൂടെ തിരിച്ച് സിലിണ്ടറിന്റെ സൈഡിലേക്ക് ബാക്കിലോട്ട് പാസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അപ്പോൾ കാരണങ്ങളും പ്രീകോഷൻസും ഒക്കെ നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഓക്കെ, സോ അപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.